ഹായ് ഫ്രണ്ട്സ്, +1 എക്കണോമിക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആവുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് വന്നേക്കാം. പക്ഷേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി വന്നാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എക്സാമ്പിൾ അങ്ങനെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളെ പേടിപ്പിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ടതാണ്. ഇപ്പോൾ അടുത്തായിട്ടൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തതായി വന്നിരിക്കുന്ന അല്ലെ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ തോന്നില്ല. അത് പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. എക്സാമ്പിൾ ഇവിടെ ഒന്ന്, എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ അനലൈസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ത്രൂ സ്കാറ്റർ ഡയഗ്രാം. അതായത് സ്കാറ്റർ ഡയഗ്രത്തിലൂടെ 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രകൃതം നിങ്ങൾ വിശകലനം ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംപ്ലി എന്താ ഈ ക്വസ്റ്റ്യൻ? സ്കാറ്റർ ഡയഗ്രാം വരച്ചിട്ട് നമ്മുടെ കോറിലേഷൻ കാണിക്കുക. പെർഫെക്റ്റ്ലി പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ കോറിലേഷൻ, അതുപോലെ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്, നോൺ ലീനിയർ കോറിലേഷൻ, അത് കാണിക്കേ വേണ്ടൂ. 5 or 6 സ്കാറ്റർ ഡയഗ്രാം വരക്കണം. അതിനാണ് എങ്ങനെയാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് കാണിക്കുക എന്നൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പേടിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ലിസ്റ്റ് ദ മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് ദ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന എന്താണ് 6ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയേ, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നൊരു ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബൈ കൺസിഡറിങ് ദ വേരിയസ് സ്റ്റെപ്സ് ഫോർ മേക്കിംഗ് എ പ്രോജക്റ്റ്. എന്നിട്ട് ആ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കിയേ, ഇതെന്താ സംഭവം? സ്റ്റാറ്റിസ്റ്റിക്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റെപ്സ് ഫോർ മേക്കിംഗ് എ പ്രോജക്റ്റ്, സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ്. ഈ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഇവിടെ നിരത്തി സെക്കൻഡ് കോളത്തിൽ എഴുതുവേ വേണ്ടൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ഇടതുവശത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നുമായിട്ട് കൊടുത്തിട്ടുണ്ടോ? സാമ്പിൾ സർവേ, ബാർ ഡയഗ്രാം, അരിത്മെറ്റിക് മീൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ, കോറിലേഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ പഠിച്ച സ്റ്റെപ്സ് അല്ലേ എഴുതേണ്ടത്? നമ്മൾ പഠിച്ച സ്റ്റെപ്സ് കളക്ഷനോ ഡാറ്റയ്ക്ക് ശേഷമുള്ളത് എഴുതുക. അപ്പോൾ നമ്മൾ സാധാരണ കളക്ഷനോ ഡാറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇടതുവശത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സാമ്പിൾ സർവേ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ബാർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എന്താ നമ്മൾ പ്രസൻറ്റേഷനോ ഡാറ്റയല്ലേ കാണിക്കുന്നത്. അതുപോലെ അരിത്മെറ്റിക് മീൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, കോറിലേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് നമ്മൾ ഓർഡറിൽ പഠിച്ചത് അവിടെ ഓർഡറിൽ എഴുതി വെച്ചാൽ മതി. ആക്ച്വലി അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഇടത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇടത് കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി? സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഓർഡറിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് കളക്ഷൻ ഓഫ് ഡാറ്റയ്ക്ക് ശേഷമുള്ള സ്റ്റെപ്സ് അവിടെ ഓർഡറിൽ എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇത് കണ്ട് അയ്യോ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിന് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് അപ്പുറം എഴുതണ്ടേന്നൊന്നും കരുതി കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് കൃത്യമായി പഠിക്കുന്നു. ആദ്യം മുതലുള്ളത് ഇപ്പം നമ്മൾ അതായത് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക്, യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്താണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ള ഏരിയ കണ്ടെത്തുന്നത് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല. അതിന് ശേഷമുള്ള സ്റ്റെപ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഓർഡറിൽ നമ്മൾ പഠിക്കുന്നു. ഇവിടെ കൊടുത്തതിന് ശേഷമുള്ളത് അവിടെ നമ്മൾ കൃത്യമായി സെക്കൻഡ് കോളത്തിൽ എഴുതി വെക്കുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് സ്റ്റെപ്സ് അറിയെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. എന്താ ഇടതുവശത്ത് വേറെ എന്തൊക്കെയോ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അയ്യോ ഇതിന് കറസ്പോണ്ടിങ് ആയി നമുക്ക് എഴുതാൻ പറ്റൂലേ, അങ്ങനെയൊക്കെ വരും. അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ വേറെ ഒന്ന് നമ്മൾ ഇവിടെ കമ്പയർ ഇന്ത്യ ആൻഡ് ചൈന ഇൻ ടേംസ് ഓഫ് ഫെർട്ടിലിറ്റി റേറ്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ കമ്പാരറ്റീവ് സ്റ്റഡിയിൽ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI ഒരു ടേബിളിലൊക്കെ ആക്കിയിട്ടുള്ള ഡാറ്റയുണ്ട്. അതായത് ഇന്ത്യൻ ഇക്കോണമി ലാസ്റ്റ് ചാപ്റ്ററിൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബറിംഗ് കൺട്രിയുടെ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യുന്നതിനിടയിൽ മനുഷ്യ വികസന സൂചികകൾ ഒരുപാട് കാര്യം, ഫെർട്ടിലിറ്റി റേറ്റ്, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, എന്തൊക്കെയോ നമ്മൾ പറയുന്നുണ്ട്, ലിറ്ററസി റേറ്റ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലെ റാങ്ക് ഇന്ത്യ എത്രാമതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അതുപോലെ രോഗാതുരമായ അവസ്ഥ, ഇതെല്ലാം ഉണ്ട്. അതിൽ പറയുന്ന 2 കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ നമ്മളവിടെ എഴുതിയാൽ മതി. അതിൽ 2 പോയിൻ്റ് ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ കുറേ നാളായിട്ട് ഫെമിലിയർ ആവാൻ നോക്കിയ ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുവരെ ഇപ്പോൾ മോഡൽ എക്സാമിന് വരെ നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പറാണ് സിഗ്മ P1/σP0 × 100 ആണ് ചെയ്തത്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പ്രൈസും ക്വാണ്ടിറ്റിയും ഓരോ വർഷത്തിൽ. ഇപ്പോൾ ഇത് ബേസ് ഇയർ 2011 ആണ്, കറണ്ട് ഇയർ 2017 ആണ്. ബേസ് ഇയറിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ഇയറിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും. ബേസ് ഇയറിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ബേസ് ഇയറിൻ്റെ പ്രൈസ് P0, ക്വാണ്ടിറ്റി Q0, കറണ്ട് ഇയറിൻ്റെ പ്രൈസ് P1, ക്വാണ്ടിറ്റി Q1. അപ്പോൾ P0, Q0, P1, Q1 ഇത് രണ്ടും തന്നിരിക്കുന്ന ലാസ്റ്റ് PSN പാഷേഴ്സ് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ?
അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇവിടെ ഏതാ മെത്തേഡ് എന്നും ചോദിച്ചിട്ടില്ല, വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത് വരില്ല എന്ന് പ്രതീക്ഷിക്കരുത്, ഇങ്ങനെയും വന്നേക്കാം. പിന്നെ വേറെ എന്താണ്ട്, നമ്മൾ പൈ ഡയഗ്രാം വരച്ചിട്ടില്ലേ, പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വാല്യൂ തന്നിട്ട് അതിനെ 360 360 കൺവേർട്ട് ചെയ്തിരുന്നു. എന്താ, വാല്യൂ മൊത്തം കൂട്ടുന്നു, എന്നിട്ട് 360 അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാല്യൂ ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 360 കാണുന്നു അല്ലേ. ഈ അപ്പോൾ ഒരു കാര്യം ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ടോട്ടൽ വാല്യൂ കൂട്ടുമ്പോൾ 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ടോട്ടലി 360 ആക്കാൻ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മോഡലിന് തന്ന അതേ ഏകദേശം ഐറ്റമാണ് തന്നിരിക്കുന്നത്, വാക്കിംഗ്, ട്രെയിൻ, കാർ എന്നൊക്കെ അല്ലേ. അപ്പോൾ അത് പൈ ഡയഗ്രത്തിലേക്ക് വരക്കാൻ ഈ തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലാണ്. മൊത്തം കൂട്ടി നോക്കിയാൽ നിങ്ങൾ ഇത് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 100 കിട്ടും, 100 കിട്ടും. അപ്പോൾ ഈ മൊത്തം 100 കിട്ടിയതിനെ 360 എന്ത് ചെയ്താൽ മതി, ഓരോന്നിനെയും 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 22.50 ഇൻറ്റു 3.6, 25.00 ഇൻറ്റു 3.6, 15 ഇൻറ്റു 3.6, 30 ഇൻറ്റു 3.6, 7.5 ഇൻറ്റു 3.6. 3.6 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടി നോക്കി ഇത് 360 കിട്ടും. അപ്പോൾ പെർസെൻറ്റേജിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനൊക്കെ കുറച്ച് മാർക്കേ ഉള്ളൂ കേട്ടോ, 2 മാർക്കൊക്കെ അതുകൊണ്ട് ഇതിനുള്ളൂ. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നേക്കാം, കൂടുതൽ പ്രോസസ്സ് ഇല്ല. പിന്നെ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, മീൻ മീഡിയം മോഡ് എപ്പോഴും എസ്സേ വരുന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മീൻ മീഡിയം മോഡ് ഇവിടെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസ് നമ്മളെപ്പോഴും കുറേ നാളായിട്ട് മീൻ മീഡിയം മോഡ് കാണുന്ന കണ്ടിന്യൂസ് സീരീസിൻ്റെ മീൻ മീഡിയം മോഡ് കണ്ടിട്ട് 5 മാർക്കിന് ചെയ്യാനല്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാ 40 ലേബേഴ്സിൻ്റെ ഇൻകം തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മീൻ കാണാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഡെയിലി വേജസ് എക്സ് ആയിട്ടും നമ്പർ ഓഫ് ലേബേഴ്സ് എഫ് ആയിട്ടും കൊടുക്കുക. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഇക്വേഷൻ എന്താ, മീൻ കാണാൻ അരിത്മെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഇതല്ലേ അരിത്മെറ്റിക് മീൻ കാണുന്ന ഇക്വേഷൻ, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സും 40 ഇൻറ്റു 5, 45 ഇൻറ്റു 7, 48 ഇൻറ്റു 6, 50 ഇൻറ്റു 10 അങ്ങനെ കാണുക, എഫ് എക്സ് കാണുക, എന്നിട്ടത് കൂട്ടുക. അതിന് മൊത്തം എഫ് അത്രയും 40 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കിട്ടി. ഇനി മീഡിയം കാണാനോ, സിമ്പിൾ, എന്താ സി എഫ് കാണുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5, 5, 7 കൂട്ടി 12, അതിൻ്റെ കൂടെ 6 കൂട്ടി 18, അങ്ങനെ 40 കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട മീഡിയം കാണാൻ ഡിസ്ക്രീറ്റ് സീരീസ് n/2th ഐറ്റ് ഏതാണെന്ന് നോക്കുക. n/2 എന്ന് പറയുമ്പോൾ നമുക്ക് 20.5 ഐറ്റാണ് കിട്ടുക. n 40 മൊത്തം, 40 + 1/2, n+1/2th ഐറ്റം നോക്കിയാൽ നമുക്ക് 20.5 ഐറ്റാണ് കിട്ടുക. 20.5 ഐറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ 20.5 5th ഐറ്റം എന്ന് പറഞ്ഞിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലുണ്ടോ, 20.5 കൃത്യമായിട്ടില്ല. 18 കഴിഞ്ഞാൽ പിന്നെ 28 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഹയർ വാല്യൂ, അപ്പോൾ 28 നോക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 20.5 കൃത്യമായി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇല്ലാത്തത് കൊണ്ട് n+1/2th ഐറ്റം കൃത്യമായി സി എഫിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഹയർ വാല്യൂ ആയ 28 നോക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയ എക്സ് വാല്യൂ ദാറ്റ് ഈസ് 50 ഈസ് ദ എന്ത് മീഡിയൻ, 50 മീഡിയൻ. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 20.5 അല്ലെങ്കിൽ അതിന് ഹയർ വാല്യൂ വരുന്നതിന് കറസ്പോണ്ടിങ് ആയ എക്സ് വാല്യൂ 50 മീഡിയൻ. അപ്പോൾ എന്ത് നോക്കണം, ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീഡിയം പഠിക്കണം എന്ന്. മോഡ് കാണാനോ, വെരി സിമ്പിൾ. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മോഡ് എങ്ങനെയാണ് കാണുക, ഹയസ്റ്റ് ഫ്രീക്വൻസി ഇവിടെ എന്താ 5, 7, 6, 10, 4, 8 അല്ലേ ഫ്രീക്വൻസി, ഹയസ്റ്റ് ഫ്രീക്വൻസി 10 അല്ലേ. ഹയസ്റ്റ് ഫ്രീക്വൻസി 10 എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടല്ലേ മോഡ്, 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റം ഏതാ, 50 അല്ലേ. അപ്പോൾ 50 ഇവിടെ എന്ത് മോഡ്. ഇപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക, 5 മാർക്കാണ്. മോഡ് ഒറ്റ ലുക്കിന് കണ്ടുപിടിക്കുക. മോസ്റ്റ് റിപ്പീറ്റിംഗ് ഐറ്റം, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി കൂടുതൽ ആവൃത്തി വരുന്നത് 50. പിന്നെ മീഡിയം കാണാൻ സി എഫ് കാണുന്നു, n+1/2th ഐറ്റം കാണുന്നു, അതും 50 തന്നെ. പിന്നെ മീൻ കാണാൻ എഫ് എക്സ് കാണുന്നു, സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് കാണുന്നു. ഇങ്ങനെ. പക്ഷേ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കൂല. ചിലപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീഡിയം മോഡ് കാണാൻ കുറേ വർഷമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നേക്കാം. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മളെ ട്വിസ്റ്റ് ചെയ്തിട്ടും വളച്ചും തിരിച്ചൊക്കെ ചോദിക്കും. പക്ഷേ എന്ത് ചെയ്യണം, നമ്മളൊന്നും കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പാടില്ല. നമുക്ക് ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ കോറിലേഷനിൽ സ്കാറ്റർ ഡയഗ്രം കുറേ നാളായി ചോദിക്കുന്നത്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ് കുറേ വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ അതിനുശേഷം കോവിഡിന് ശേഷം വന്നപ്പോൾ കുറേ നാളായിട്ട് സ്കാറ്റർ ഡയഗ്രാം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടോ? കാൾ പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് കൂടുതൽ. ശരിക്കും ഇതിൻ്റെ ഇക്വേഷൻ വലുതല്ലേ? അപ്പോൾ വേറെ ഇതിൽ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അതായത് നമുക്ക് 4 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടു, 5 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിടുക കേട്ടോ, സമയം കൂടുതൽ എടുക്കുന്നത്. നമുക്കിത് ഇക്വേഷനൊക്കെ ആയിട്ട് കുറേ സ്റ്റെപ്സ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നേക്കാം എന്നാണ്. പിന്നെ വേറെ നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ഷോയിങ് എ വേരിയസ് ടൈപ്സ് ഓഫ് ഡയഗ്രാം. ടൈപ്സ് ഓഫ് ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രി ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ജോമെട്രി ഡയഗ്രമേ തന്നിട്ടുള്ളൂ, ബാക്കി 2 നമ്മൾ ഫില്ല് ചെയ്യുക. പിന്നെ ജോമെട്രി ഡയഗ്രത്തിനെ 2ആയി തരംതിരിക്കാം, ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം അല്ലേ? ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണൻ്റ് ബാർ ഡയഗ്രാം അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം പലപ്പോഴും നമ്മൾ വരക്കുന്നില്ല. സിമ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണൻ്റ് ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഒക്കെ നമ്മൾ വരക്കുന്നുള്ളൂ. അപ്പോൾ അതിവിടെ ഡിവിഷൻ ചോദിച്ചിട്ടില്ല, ബാർ ഡയഗ്രത്തിൽ നിർത്തിയിട്ടാണ് ഉള്ളത്, ചോദിക്കാതെ എഴുതണ്ട. ജോമെട്രി ഡയഗ്രത്തിൽ നമ്മൾ 2ആയി തരംതിരിക്കുന്നു, ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം എന്നുള്ളത്. അതുപോലെ ടൈപ്സ് ഓഫ് ഡയഗ്രത്തിൽ ഫ്രീക്വൻസി ഡയഗ്രത്തിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നത് ഹിസ്റ്റോഗ്രാം, ഒജീവ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കേവ് അല്ലേ? ഫ്രീക്വൻസി കേവ്, ഫ്രീക്വൻസി പോളിഗൺ, ഹിസ്റ്റോഗ്രാം, ഒജീവ്. അപ്പം നമ്മളിവിടെ എന്ത് പഠിക്കണം? ഇതായത് ടൈപ്സ് ഓഫ് ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കുക. ജോമെട്രി ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ജോമെട്രി ഡയഗ്രത്തിനെ 2ആയി തരംതിരിക്കുന്നു, ഫ്രീക്വൻസി ഡയഗ്രത്തിനെ 4ആയി തരംതിരിക്കുന്നു, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ഉണ്ട്. ഇതൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ കുറേ നാളായിട്ട് അടുത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കില്ലാതെ കേട്ടോ, ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ മാറി ക്വസ്റ്റ്യൻ വന്നാലും നമ്മളൊന്നും ആകുലപ്പെട്ടത്, കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. വേറെ ക്വസ്റ്റ്യൻ കണ്ടോ മുകളിൽ? ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഈസ് മോർ ഇഫക്റ്റീവ് ദാൻ ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. പോയിൻ്റ് ഔട്ട് എനി 2 ഫാക്ട് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഡയഗ്രമാറ്റിക്കലി ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ് ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാളും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ എഴുതേണ്ടത്? ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയുടെ മെറിറ്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. മെറിറ്റ്സ് ഓഫ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ഇതാ ചാപ്റ്റർ നമ്പർ 4 സ്റ്റാറ്റിസ്റ്റിക്സിലെ അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പാടില്ല, നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് വായിക്കുക, നമ്മൾ പഠിച്ച ഏരിയയിൽ തന്നെ ആയിരിക്കും, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഇയറിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു.